ചന്ദ്രയാൻ 3 കുതിച്ചുയരുന്നത് കാണാൻ ഇന്നൊരു പകലിന്റെ കാത്തിരിപ്പ് കൂടി മാത്രമാണുള്ളത്. ചന്ദ്രന്റെ അകത്തളങ്ങളിൽ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ തേടിയുള്ള ഇന്ത്യയുടെ 3ാമത്തെ ദൗത്യമാണിത്. 3,84,000 കിലോമീറ്റർ അകലെ ചന്ദ്രനിലെ രഹസ്യങ്ങൾ തേടി അങ്ങനെ വീണ്ടും ഒരു യാത്ര തുടങ്ങുകയാണ്. 140 കോടി ജനങ്ങളുടെ ആകാംക്ഷ മുഴുവൻ നിറച്ചുകൊണ്ടുള്ള യാത്ര. ചന്ദ്രയാൻ 2 സാധിക്കാത്തത് ഈ 3ാം ദൗത്യത്തിൽ നേടുമെന്ന ആത്മവിശ്വാസത്തോടെയാണ് ചന്ദ്രയാൻ 3 കുതിപ്പ്. നാളെ ഉച്ചയ്ക്ക് 2:35 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ചന്ദ്രയാൻ 3 കുതിച്ചുയരും. വിക്ഷേപണവുമായി മുന്നോട്ടു പോകാൻ ലോഞ്ച് ഓതറൈസേഷൻ ബോർഡ് അനുമതി നൽകിയിട്ടുണ്ട്. ഇസ്രോയുടെ ഏറ്റവും കരുത്തനായ റോക്കറ്റ് LVM-3 ആണ് ചന്ദ്രയാൻ 3 ബഹിരാകാശത്തേക്ക് എത്തിക്കാൻ പോകുന്നത്. വിക്ഷേപണം കഴിഞ്ഞ 40 ദിവസത്തിന് ശേഷമാണ് ചന്ദ്രയാൻ 3 ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങുക. ഇന്ത്യൻ ബഹിരാകാശ പരിവേഷണത്തിലെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റ് ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 ചന്ദ്രയാൻ പേടകമുള്ളത്. 16 മിനിറ്റും 15 സെക്കൻഡും കൊണ്ട് ഭൂമിയുടെ ഭ്രമണപഥത്തിലെത്തുമ്പോൾ പേടകം സ്വതന്ത്രമായി ഭൂമിയെ വലയം ചെയ്യാൻ തുടങ്ങും. 5 തവണ ഭൂമിയെ ഭ്രമണം ചെയ്തതിനു ശേഷം വീണ്ടും ചന്ദ്രന്റെ കാന്തിക വലയത്തിലേക്കുള്ള യാത്ര. ചന്ദ്രനിൽ ഭ്രമണപഥം ഉറപ്പിച്ച ശേഷം നിർണായകമായ സോഫ്റ്റ് ലാൻഡിംഗ്. അതിന് ഓഗസ്റ്റ് 23 വരെ ക്ഷമയോടെ കാത്തിരിക്കണം. 2008 ഒക്ടോബർ 22 ആദ്യ ദൗത്യമായ ചന്ദ്രയാൻ 1. ബഹിരാകാശത്ത് ഇന്ത്യയുടെ നാഴികക്കല്ലായി മാറിയ ചന്ദ്രയാൻ 1 ശാസ്ത്രീയമായും സാങ്കേതികമായും 100% വിജയം കൈവരിച്ചിരുന്നു. 10 മാസത്തെ പ്രവർത്തനത്തിന് ശേഷം 2009 ഓഗസ്റ്റ് 29 ഓർബിറ്ററുമായുള്ള ബന്ധം നഷ്ടമായെങ്കിലും ചന്ദ്രയാൻ 1 രാജ്യത്തിന്റെ ബഹിരാകാശ പരിശ്രമങ്ങൾക്ക് വലിയ കുതിപ്പാണ് അന്ന് നൽകിയത്. 2019 ജൂലൈ 22 ISROയുടെ 2ാമത്തെ ചാന്ദ്ര ദൗത്യം. ചന്ദ്രയാൻ 2 വിക്ഷേപണം വിജയകരമായിരുന്നുവെങ്കിലും ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്താനാകാതെ പരാജയപ്പെടുകയായിരുന്നു. 2019 സെപ്റ്റംബർ 7 പുലർച്ചെ നടന്ന സോഫ്റ്റ് ലാൻഡിങ്ങിന്റെ അവസാന ഘട്ടത്തിൽ ചന്ദ്രോപരിതലത്തിന് 2.1 കിലോമീറ്റർ ഉയരത്തിൽ വെച്ച ഓർബിറ്ററുമായുള്ള ബന്ധം ലാൻഡറിന് നഷ്ടമായി. ഇതേ തുടർന്ന് ചന്ദ്രന്റെ ഉപരിതലത്തിൽ ലാൻഡർ ഇടിച്ചിറക്കുകയായിരുന്നു. ദൗത്യം പരാജയപ്പെട്ടത് സോഫ്റ്റ്വെയർ തകരാർ കാരണമെന്നായിരുന്നു അന്ന് ISROയുടെ കണ്ടെത്തൽ. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും ചിലവ് കുറഞ്ഞ ചന്ദ്ര പര്യവേക്ഷണ ദൗത്യങ്ങളാണ് ഇന്ത്യയുടെ ചന്ദ്രയാൻ 1, 2, 3. ചന്ദ്രയാൻ 1 14 വർഷം മുൻപ് മുടക്കിയത് 386 കോടിയാണ്. ചന്ദ്രയാൻ 2 മുടക്കിയത് 1000 കോടിക്ക് അടുത്തായിരുന്നെങ്കിൽ 3ാം ദൗത്യത്തിന്റെ ചിലവ് 615 കോടിയാണ്. ഇനി ചന്ദ്രയാൻ 3 ഭൂമി മുതൽ ചന്ദ്രൻ വരെയുള്ള യാത്ര എങ്ങനെയെന്ന് നോക്കുകയാണെങ്കിൽ, നാളെ ജൂലൈ 14 ഉച്ചയ്ക്ക് 2:35 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 2ാം നമ്പർ ലോഞ്ച് പാഡിൽ നിന്ന് LVM-3 റോക്കറ്റിലേറി ചന്ദ്രയാൻ 3 യാത്ര തുടങ്ങും. വിക്ഷേപണം കഴിഞ്ഞ 16ാം മിനിറ്റിൽ പേടകം റോക്കറ്റിൽ നിന്ന് വേർപെടും. ഭൂമിയിൽ നിന്ന് 170 കിലോമീറ്റർ ഏറ്റവും കുറഞ്ഞ ദൂരവും 36,500 കിലോമീറ്റർ കൂടിയ ദൂരവുമായിട്ടുള്ള പാർക്കിംഗ് ഓർബിറ്റിലാണ് ആദ്യം പേടകത്തെ സ്ഥാപിക്കുക. അവിടുന്ന് 5 ഘട്ടമായി ഭ്രമണപഥ മാറ്റത്തിലൂടെ ഭൂമിയുമായുള്ള അകലം കൂട്ടിക്കൊണ്ടുവരും. ഇതിനുശേഷമാണ് ചാന്ദ്ര ഭ്രമണപഥത്തിലേക്കുള്ള പേടകത്തിന്റെ യാത്ര. ചാന്ദ്ര ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ 5 ഘട്ടമായി ചന്ദ്രനും പേടകവും തമ്മിലുള്ള അകലം കുറച്ചുകൊണ്ട് വരും. ഒടുവിൽ ചന്ദ്രനിൽ നിന്ന് 100 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ എത്തിയ ശേഷമായിരിക്കും പ്രൊപ്പൽഷൻ മൊഡ്യൂളിൽ നിന്ന് ചന്ദ്രയാൻ 3 ലാൻഡർ വേർപെടുക. അതിനുശേഷം ലാൻഡർ ചന്ദ്രനിൽ നിന്ന് 30 കിലോമീറ്റർ കുറഞ്ഞ ദൂരവും 100 കിലോമീറ്റർ കൂടിയ ദൂരവുമായിട്ടുള്ള ഒരു ഭ്രമണപഥത്തിലേക്ക് പ്രവേശിക്കും. ഇവിടെ നിന്നാണ് നിർണായകമായ ലാൻഡിംഗ് പ്രക്രിയ തുടങ്ങുന്നത്. ഭ്രമണപഥം വിട്ടുകഴിഞ്ഞാൽ 20 മിനിറ്റ് കൊണ്ട് ലാൻഡ് ചെയ്യാനാണ് ഇസ്രോ പദ്ധതി ഇട്ടിരിക്കുന്നത്. ഓഗസ്റ്റ് 23 24 ആയിരിക്കും ആ ചരിത്ര നിമിഷം. ലാൻഡിംഗ് കഴിഞ്ഞാൽ റോവർ പുറത്തേക്ക്. പിന്നെ 14 ദിവസം നീളുന്ന പര്യവേഷണം. ഇത്രയും കഴിഞ്ഞാൽ മാത്രമേ ചന്ദ്രയാൻ 3 ദൗത്യം വിജയകരമായി പൂർത്തിയായെന്ന് പ്രഖ്യാപിക്കാനാണ്.